സ്നേഹമുള്ളവരെ, അത്ഭുത പ്രവർത്തകയും തിരുസഭയിലെ വേദപാരംഗതയുമായ വിശുദ്ധ അമ്മ ത്രേസ്യായെ കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ, കേരള സഭയിൽ ക്രിസ്തീയ ജീവിത വിശ്വാസത്തിന് ഉണർവേകിയ വിശുദ്ധ ചാവറ പിതാവ് 1.5 നൂറ്റാണ്ട് മുമ്പ് കോട്ടയ്ക്കൽ ദേശത്തിന് അമ്മയും മധ്യസ്ഥയുമായി നൽകി. 1868 പനമ്പുകൊണ്ട് നിർമ്മിച്ച ഒരു കൊച്ചു കപ്പേളയിൽ വിശുദ്ധ ചാവറ പിതാവ് വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാരംഭം കുറിച്ച ഈ കോട്ടയ്ക്കൽ ദേവാലയം ഈ പ്രദേശത്തിൻ്റെ ആത്മീയ, സാംസ്കാരിക, സാമ്പത്തിക വളർച്ചയ്ക്ക് വഴിതെളിച്ചു. വിശുദ്ധ ചാവറ പിതാവ്, വിശുദ്ധ എവ്പ്രാസ്യമ്മ, വിശുദ്ധ മറിയം ത്രേസ്യ, ദൈവദാസൻ കനീസിയൂസച്ചൻ തുടങ്ങിയവരുടെ പാദസ്പർശമേറ്റ ഈ ദേവാലയത്തിൽ അനേകം വിശുദ്ധർ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഈ ദേവാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സെന്റ് തെരേസാസ് ഇടവക ദൈവാനുഗ്രഹത്തിൻ്റെ 25 വർഷം പിന്നിട്ട് രജത ജൂബിലി നിറവിലാണ്. കോട്ടയ്ക്കലമ്മയുടെ തിരുനാളിനോടനുബന്ധിച്ച് യേശുവിലുള്ള വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച 2022 മെയ് 15 വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട കാറ്റാടിമലയിലെ സൂര്യ തേജസ് വിശുദ്ധ ദൈവസഹായം പിള്ളയുടെ ജീവിതവും രക്തസാക്ഷിത്വവും ഈ കലാസൃഷ്ടിയിലൂടെ ഈ പുണ്യഭൂമിയിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ആ വിശുദ്ധൻ്റെ വിശ്വാസ തീഷ്ണത നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് പ്രചോദനമാകട്ടെ. സെന്റ് തെരേസാസ് ചർച്ച് അവതരിപ്പിക്കുന്നു രക്തപുഷ്പം. ഇടയന്റെ സ്വരം കാതിൽ മുഴങ്ങി, സഹനത്തിൻ വഴിയിൽ നീയുണർന്നു. തിരുവചനത്തിൻ തണലിൽ ധീരത വെടിയാതെ തിരുസുതനെ പ്രതി നീ ബലിയാടാൻ. നാഥന്റെ സ്നേഹ സന്ദേശം ആലംബർക്കായി നീ നൽകി. ഈശോയുടെ രക്തത്തിൻ സാക്ഷ്യം വഹിച്ചു നീ, ദൈവം സഹായിച്ച വിശുദ്ധൻ. സ്വർഗത്തിൽ വാഴും തിരുസുധനോടെന്നും പാപികൾ ഞങ്ങൾക്കായി മാധ്യസ്ഥം മേകണമേ നീ. ദൈവസഹായം. സ്വർഗത്തിൽ വാഴും തിരുസുധനോടെന്നും പാപികൾ ഞങ്ങൾക്കായി മാധ്യസ്ഥം മേകണമേ നീ. ദൈവസഹായം. Take
ശക്തിപതേ വേദനാദസുധേ രാവാഴുമുർവിതൻ ദ്യോതകേ സർവമൂല പ്രകൃതി പ്രജാപതേ തത്വാദീതത്ക്രിയേകനേ ജഗത്സാക്ഷിയേ മൽപ്രണാമം മൽപ്രണാമം. മതിലേമിലേകതാ ഒരു ഗോഷ്ഠ ജനനം കൈകാൽ കുടഞ്ഞു ചിരിച്ചൊരു പുണ്യം നിജമർത്യ കുലപാപ വൃന്ദാധികരണം ലോകത്തിൻ പാപത്തെ സ്വയമേറ്റ ചരിതം കാനായി ദേശേ ഭവനമതൊന്നിൽ അതിരുചിരം തിരുമംഗലഘോഷം അതിഥികളധികം ഭോജ്യം തുച്ഛം കിംകരണീയം ഹൃദയ ക്ലേശം കരുണാമയനവൻ മൊഴിയുന്നു മമ ചാരേ ചടുതി സമാനയ സുജലം ദിവ്യസ്പർശമതൊന്നാൽ ജലമതു ദ്രാക്ഷാരസമായി മാറ്റി ദേവൻ പൗരപ്രമുഖനാം ശ്രീമോനമേടയിൽ അന്നു നീ അതിഥിയായി ചെന്ന നേരം ഗർവാതിശയമോ വൃഥ മൗഢ്യമോ കഷ്ട ആതിഥ്യമറിയാതെ ശ്രീമോൻ മറന്നു മണ്ണിലടർന്നൊരു താരക പോലൊരു വിശുദ്ധ വേണി നിനരികിലെത്തി കണ്ണുനീരാലെ പദം നനച്ചു ചാരു കുന്തളത്താലതു തുടച്ചു കാരുണ്യം ഉടൽ പൂണ്ടൊരു നാഥ യേശുനാഥ മർത്യന്റെ പാപങ്ങൾ ഹരിച്ച നാഥ യേശുനാഥ കടലിന്റെ മീതെ നടന്ന നാഥ ശ്രീ യേശുനാഥ ആരെനിക്കഭയമൻ യേശുനാഥ ലോകനാഥ നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക എന്നുദ്ഘോഷിച്ച സങ്കീർത്തകനെ പോലെ എപ്പോഴും ദൈവസന്നിധിയിൽ അണയാൻ തീവ്രമായ പ്രാർത്ഥനയോടെ കാത്തിരുന്ന വ്യക്തിയാണ് ദേവസഹായം പിള്ള. സവർണർ മതം മാറുന്നത് നിയമവിരുദ്ധമായിരുന്ന അന്നത്തെ തിരുവിതാംകൂറിൽ പത്മനാഭപുരത്തിനടുത്തുള്ള നട്ടാലം എന്ന ഗ്രാമത്തിൽ മരുതക്കുളങ്ങര എന്ന പ്രശസ്തമായ നായർ കുടുംബത്തിൽ 1712 ദേവസഹായം പിള്ള ജനിച്ചു. ജ്ഞാനസ്നാനത്തിന് മുൻപ് ഇദ്ദേഹത്തിൻ്റെ പേര് നീലകണ്ഠപിള്ള എന്നായിരുന്നു. സംസ്കൃതം, തമിഴ്, മലയാളം എന്നീ ഭാഷകളിലും തർക്കം, വേദാന്തം, വ്യാകരണം തുടങ്ങിയ വിഷയങ്ങളിലും ആയുധവിദ്യയിലും സമർത്ഥനായിരുന്നു യുവാവായ നീലകണ്ഠപിള്ള. വീട്ടിലെയും നാട്ടിലെയും കണ്ണിലുണ്ണി, കരുണാമയൻ. ആ മരുതക്കുളങ്ങര തറവാട്ടിലേക്ക് തമ്പ്രാ, തമ്പ്രാ,
എന്താ കാര്യം പറയുക. തമ്പ്രാനെ ഒന്ന് മുഖം കാണിക്കണം, ഒരു സങ്കടം പറയാനുണ്ട്. സങ്കടങ്ങളും പരാതികളും ആദ്യം എന്നോട് പറയുക, ആദ്യം ഞാൻ കേൾക്കട്ടെ. എന്നിട്ട് കൊള്ളാവുന്നതാണെങ്കിൽ തമ്പുരാനോട് ഞാൻ പറഞ്ഞോളാം. പറയൂ, എന്താണ് സങ്കടം? അത് പിന്നെ ഓഹോ, അതാണോ സങ്കടം? അതല്ല. എങ്കിൽ സമയം കളയാതെ പറയൂ, എനിക്ക് വേറെ ജോലിയുണ്ട്. ഈ ആണ്ടത്തെ കൃഷി നശിച്ചു, അതുകൊണ്ട് പാട്ടം തരാനുള്ള പണം ഇല്ല അല്ലേ? കൃഷി നശിച്ചില്ലെങ്കിൽ പാട്ടം തന്നാൽ മതി എന്നായിരുന്നില്ലല്ലോ കരാർ? അല്ല, എന്നാലും കൃഷി ഇറക്കേണ്ടതും വിളവെടുക്കേണ്ടതും നിങ്ങളാണ്. അത് കൃത്യമായിട്ട് ചെയ്യാതെ എല്ലാം കൃത്യമായിട്ട് ചെയ്തു. പക്ഷെങ്കി കാലാവസ്ഥ ചതിച്ചാ ഞങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് അടുത്ത ആണ്ടുകൂടി പാടം പാട്ടത്തിന് തന്ന ഈ കടം ഞങ്ങൾ വീട്ടിക്കോളാം. അടുത്ത ആണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞു വന്നാലോ? അത് പറ്റില്ല. എത്രയും പെട്ടെന്ന് പാട്ടം അടച്ചു തീർക്കുക, എങ്ങനെയെങ്കിലും. അങ്ങ് വിചാരിച്ച ഞാൻ വിചാരിക്കില്ല. എന്റെ തമ്പ്രാന് നഷ്ടമുണ്ടാകുന്ന ഒരു കാര്യവും ഞാൻ വിചാരിക്കില്ല. നിങ്ങൾക്ക് പോകാം. പോകാൻ വരട്ടെ. നീലാണ്ട തമ്പ്രാ, ഞങ്ങളെ സഹായിക്കണം. കൃഷി മോശമായി. ഒരു തവണ കൂടി പാടം വിട്ടു തന്നാൽ ഞങ്ങൾ എങ്ങനെയും പാട്ടം കൃത്യമായി തന്നോളാം. തലമുറകളായി ഞങ്ങൾ കൃഷി ചെയ്യുന്ന പാടം വേറെ ആൾക്കാർക്ക് പാട്ടത്തിന് കൊടുത്ത സങ്കടമുണ്ട്. ആ പാടം അടുത്ത വർഷവും നിങ്ങൾക്ക് തന്നെ പാട്ടത്തിന് തരുന്നു. നീലാണ്ട, എന്താ ഈ പറയണേ? ഇവരുടെ സങ്കടങ്ങളെല്ലാം ഞാൻ കേട്ടു. ഈ പാവങ്ങളെ സഹായിക്കേണ്ടത് നമ്മളാണ്. കാരണം നമ്മുടെ മണ്ണിൽ പൊന്നു വിളയിക്കേണ്ടത് അവരാണ്. അവരില്ലാതെ ഈ നാടിന് ജീവനില്ല. അതുകൊണ്ടാണ് എന്റെ ഈ തീരുമാനം. അച്ഛാ, എല്ലാം ഞാൻ കേട്ടു. അന്നം തരുന്നവനെ പിണക്കരുതച്ഛ. എനിക്ക് പ്രായമായി. ഇനി കാര്യങ്ങളൊക്കെ നീ തന്നെ തീരുമാനിച്ച് നടപ്പിലാക്കുക. നീ അറിവുള്ളവനാണ്. നിന്റെ തീരുമാനങ്ങളൊന്നും തെറ്റാവില്ലെന്ന് ഈ അച്ഛന് ഉറപ്പുണ്ട്. സന്തോഷമായല്ലോ. ചെന്ന് അടുത്ത കൃഷിക്കുള്ള ഒരുക്കങ്ങൾ കൂട്ട്. ഞങ്ങൾ കൊണ്ടുവന്ന ഈ കാണിക്ക നെല്ല് സ്വീകരിച്ചാലും. ഒന്നും വേണ്ട. കൂരയിൽ നെല്ല് തീരെയില്ലെന്ന് എനിക്കറിയാം. ഇവിടത്തെ പത്തായങ്ങൾ എന്നും നിറഞ്ഞിരിക്കുന്നു. എന്നാലും ശരി, ആ ചാക്കഴിക്കൂ. ഇത് നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു പിടി നെല്ല്. ഞാനിതെടുക്കുന്നു. പാവങ്ങളോട് കരുണ കാണിക്കുന്ന അങ്ങ് വലിയവനാണ്, ദീനദയാലുവാണ്. ദൈവതുണ എപ്പോഴും അങ്ങയുടെ കൂടെ ഉണ്ടാകും. ഞങ്ങൾ ഇറങ്ങുന്നു തമ്പുരാക്കന്മാരെ.
മാളോ തമ്പിരാൻ നോക്കുന്നുണ്ട്. ഞങ്ങ കതിരിനെ നാമ്പ് വന്ന് ഞങ്ങ കനവിന് വേര് വന്ന് ഞങ്ങടെ ദന്തോയം തിരളെടുത്ത് ഞങ്ങടെ സൂര്യൻ വെയില് തന്ന് തന്നെ കണ്ടാരോ ഏലോ ഏലോ ഏലലമ്മ തന്നെ കണ്ടാരോ ഏലോ ഏലോ ഏലലമ്മ ഞങ്ങടെ ആകാശം മഴയിൽ തന്ന് ഞങ്ങടെ ഞാറിനെ വളർന്ന് ഞങ്ങ കള മാറ്റി നോമ്പ് നോറ്റ് ഞങ്ങ വളമിട്ട് കാത്തിരുന്നു. അയ്യയ്യ കിന്നാരം പാടുന്നോളെ പാടുന്നോളെ ആയാരം പറയാണ്ട് ഞാറ് നാട് തമ്പീരം കണ്ട കളിയിളകെ തമ്പീരം കേട്ടാലൊറങ്ങുതുള്ളേ മാറ് മറച്ചിട്ട് ഞാറ് നടും തമ്പീരം കാണാണ്ട് മാറി നിൽക്കും തമ്പീരം കാക്ക കണ്ണെറിയണുണ്ട് നാവില് വെള്ളമിറക്കണുണ്ട് ചെറിയ പറ വെച്ചും മരം മാറ്റി വലിയ പറ വെച്ചും മരം മാറ്റി നെല്ലായ നെല്ലൊക്കെ തമ്പീരാന നാടായ നാടൊക്കെ തമ്പീരാന കണ്ടങ്ങളൊക്കെയും തമ്പീരാന ചുണ്ടിപ്പണയവും തമ്പീരാന കണ്ടങ്ങളൊക്കെയും തമ്പീരാന കണ്ട പലിശയും തമ്പീരാന ഒന്നായ പൊന്നൊക്കെ തമ്പീരാന ഒന്നിൽ പലിശയും തമ്പീരാന പാടം പിരിച്ചാലും തമ്പീരാന ആട്ടം പിരിച്ചാലും തമ്പീരാന വെള്ളെ വിളഞ്ഞാലും തമ്പീരാന പെണ്ണ് വെള്ളഞ്ഞാലും തമ്പീരാന പാടം പിരിച്ചാലും തമ്പീരാന പാട്ടം പിരിച്ചാലും തമ്പീരാന വെള്ളെ വിളഞ്ഞാലും തമ്പീരാന ആ നീലകണ്ഠ, ആ ജോത്സ്യൻ വന്നിരുന്നു. എന്തിനാണാവോ? ഹ, മറന്നോ? നിന്റെ വിവാഹ തീയതി കുറിച്ചോണ്ടാ വന്നത്. ഇരണിയലിനടുത്ത് മേക്കാട് കുടുംബത്തിലെ ഭാർഗവി നിന്റെയും ഈ തറവാടിന്റെയും കെടാവിളക്കായിരിക്കും. ആ ചിങ്ങം 14 നല്ലൊരു മുഹൂർത്തമുണ്ടത്രേ. അപ്പോ അടുത്ത ദിവസം നിശ്ചയം. അവർക്കും സൗകര്യമെങ്കിൽ ചിങ്ങം 14 തന്നെ കല്യാണം. എന്താ? ആയിക്കോട്ടെ. ಪಿಪ್ಪಿ ಡೋಲು ಈ ಮಂಗಳವಾದ್ಯ ಕೇಳು ಈ ಮಾರಾಣಿಗೆ ಕಂಕಣ ಕೂಡಿ ಬಂತು ಬಂಧು ಬಳಗ ಬಂದು ಹಿಡಿ ಅಕ್ಷತೆನ ತಂದು ಮನಸಾರೆ ಎಲ್ಲ ಹಾರೈಸಿ ಮುಂದೆ ಕುಂತು ಈ ಯೋಗಾನ ಶುಭ ಯೋಗಾನ ಈ ಯೋಗಾನ ಶುಭ ಯೋಗಾನ ಮುಕ್ಕೋಟಿ ದೇವರು ಹರಸಲೇಬೇಕು ಪಿಪ್ಪಿ ಪಿಪ್ಪಿ ಡೋಲು ಈ ಮಂಗಳವಾದ್ಯ ಕೇಳು ಈ ಮಾರಾಣಿಗೆ ಕಂಕಣ ಕೂಡಿ ಬಂತು ಬಂಧು ಬಳಗ ಬಂದು ಹಿಡಿ ಅಕ್ಷತೆನ ತಂದು ಮನಸಾರೆ ಎಲ್ಲ ಹಾರೈಸಿ ಮುಂದೆ ಕುಂದು ಈ ಪಿಳಿ 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 ಕಣ್ಣಲ್ಲಿ ಕೋಟಿ ಮಿಂಚಿದೆ ಆ ಝರಿ ಝರಿ ನೀರಿನ ರಭಸವು ಎದೆಯಲ್ಲಿ ತುಂಬಿಕೊಂಡಿದ್ದೆ ಆ ಘಮ 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 ಮಲ್ಲಿಗೆ ಮುಡಿಯಲ್ಲಿ ನಾಚಿಕೊಂಡಿದ್ದೆ ಆ ಜಿಗಿ 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 ಜಿಗಿಯುವ ಜಿಂಕೆ ಕದ್ದು ನೋಡಿದೆ ಎಂಥ ಸೌಭಾಗ್ಯ ಬಂತು ಓ ದೇವರೇ ನನ್ನ ಕರ್ತವ್ಯಕ್ಕೆ ನಿನ್ನದೇ ಆಸರೆ ನೀ ಹಾಕೋ ಗೆರೆ ನಾದಾಟೊಲ್ಲ ನನ್ನ ದೊರೆ ಪಿಪ್ಪಿ ಪಿಪ್ಪಿ ಡೋಲು ಈ ಮಂಗಳವಾದ್ಯ ಕೇಳು ಈ ಮಾರಾಣಿಗೆ ಕಂಕಣ ಕೂಡಿ ಬಂತು ಬಂಧು ಬಳಗ ಬಂದು ಹಿಡಿ ಅಕ್ಷತೆನ ತಂದು ಮನಸಾರೆ ಎಲ್ಲ ಹಾರೈಸಿ ಮುಂದೆ ಕುಂತು
ಮನಗುಟ್ಟಿದೆ ಮುಸಿ ಮುಸಿ ನಗುವಲೆ ಹೊಸಿಲನ್ನು ಮೆಟ್ಟುವ ಆಸೆ ತುಂಬಿದೆ ಕಿಲ ಕಿಲ ನಗುವಲಿ ಕಚ್ಚಗಳು ಇಡುವ ಮೋಹ ಬಂದಿದೆ ಗಲಿಬಿಲಿ ಇಲ್ಲದೆ ಮದುಮಗನೆದುರು ಸೋತ ಹಾಗಿದೆ ಇಲ್ಲಿ ಆನಂದ ಕಣ್ಣೀರೆ ಕಡಲಾಗಿದೆ ಇನ್ನು ಈ ಜನ್ಮಕ್ಕಿನ್ನೇನು ಬೇಕಾಗಿದೆ ಈ ಪ್ರೀತಿ ಹೊರೆ ನಾ ತಾಳೋಲ್ಲ ನನ್ನ ಜೊತೆ ಪಿಪ್ಪಿ ಪಿಪ್ಪಿ ಡೋಲು ಈ ಮಂಗಳವಾದ್ಯ ಕೇಳು ಈ ಮಾರಾಣಿಗೆ ಕಂಕಣ ಕೂಡಿ ಬಂತು ಬಂಧು ಬಳಗ ಬಂದು ಹಿಡಿ ಅಕ್ಷತೆನ ತಂದು ಮನಸಾರೆ ಎಲ್ಲ ಹಾರೈಸಿ ಮುಂದೆ ಕುಂತು ಈ ಯೋಗನ ಶುಭ ಯೋಗನ ಈ ಯೋಗನ ಶುಭ ಯೋಗನ ಕೋಟಿ ದೇವರು ಹರಸಲೇಬೇಕು ಪಿಪ್ಪಿ ಪಿಪ್ಪಿ ಡೋಲು ಈ ಮಂಗಳವಾದ್ಯ ಕೇಳು ಈ ಮಾರಾಣಿಗೆ ಕಂಕಣ ಕೂಡಿ ಬಂತು ಬಂಧು ಬಳಗ ಬಂದು ಹಿಡಿ ಅಕ್ಷತೆನ ತಂದು ಮನಸಾರೆ ಎಲ್ಲ ಹಾರೈಸಿ ಮುಂದೆ വിഷമിക്കണ്ട, അത് കാറ്റുകൊണ്ട് അണഞ്ഞു പോയതല്ലേ. എന്നാലും എന്തോ ഒരു അപശകുനം പോലെ. ഒരപശകുനവുമില്ല. ഇങ്ങനെ ശകുനങ്ങൾ നോക്കാൻ പോയാലേ ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഈ കിടാവിളക്കുള്ളപ്പോൾ മറ്റു വിളക്കുകളെല്ലാം അണഞ്ഞോട്ടെ. എന്നാലും എനിക്ക് എന്തോ ഒരു സങ്കടം. അത് കെടാതെ ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. എന്റെ തെറ്റ്. അങ്ങ് ക്ഷമിക്കണം. ഇത്തരം അന്ധവിശ്വാസങ്ങളോട് എനിക്ക് യോജിക്കാനാവില്ല. കാറ്റ് വന്നു, വിളക്കു കെട്ടു. അതിന് നമ്മളെന്ത് പിഴച്ചു? കെട്ടുപോകുന്ന വിളക്കുകൾ വീണ്ടും തെളിയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അണഞ്ഞ ദീപങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടാനുള്ളതല്ല ജീവിതം. കെടാവിളക്കുകൾ ശേഷിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് പ്രതിബന്ധങ്ങളെ ധൈര്യസമേതം നേരിടാനുള്ള മനക്കരുത്ത് നമുക്കുണ്ടാകണം. അത്തരമൊരു ചിന്തയിലൂടെ നമുക്ക് ഈ ജീവിതം ആരംഭിക്കാം. തന്റെ കുടുംബത്തിലെ ആചാരങ്ങളെല്ലാം ഭക്തിയോടെ നിറവേറ്റി നീലകണ്ഠൻ. ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള പൂജാവിധികളെല്ലാം ഭക്തിയോടെ ഇദ്ദേഹം ചെയ്തു പോന്നു. ഈ കാലത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് പ്രസിദ്ധനായ മാർത്താണ്ഡവർമ്മ മഹാരാജാവായിരുന്നു. നീലകണ്ഠപിള്ളയുടെ ബുദ്ധി സാമർഥ്യത്തിലും സ്വഭാവത്തിലും താല്പര്യം തോന്നി മാർത്താണ്ഡവർമ്മ നീലകണ്ഠനെ പത്മനാഭപുരം നീലകണ്ഠസ്വാമി കോവിലിലെ കാര്യസ്ഥനായും പത്മനാഭപുരം കോട്ട നിർമ്മാണത്തിന്റെ ചുമതലക്കാരനായും നിയമിച്ചു. 1741 ഡച്ചുകാരുമായുള്ള യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട് പിന്നീട് മാർത്താണ്ഡവർമ്മ തന്റെ സൈന്യങ്ങളുടെ അധിപനായി നിയമിച്ച
യുസേഡിയൂസ് ബെനഡിക്ട് ഡിലനായുമായുള്ള നിരന്തര സമ്പർക്കത്തിന് നീലകണ്ഠന്റെ പുതിയ ജോലി കാരണമായി. ഡിലനായി തികഞ്ഞ കത്തോലിക്ക വിശ്വാസിയായിരുന്നു. പത്മനാഭപുരത്തിനടുത്തുള്ള ഉദയഗിരിയിലെ ഡിലനായിയുടെ വസതിയിൽ നിത്യസന്ദർശകനായിരുന്നു നീലകണ്ഠൻ. എന്തും പരസ്പരം തുറന്നു കണ്ടാലറിയാം മനസ്സിലെ സംഘർഷം. ശരിയാണ്. കുറച്ച് നാളായി ക്യാപ്റ്റനോട് ഞാനിത് പറയണമെന്ന് വിചാരിക്കുന്നു. ടെൽ മീ, വാട്ട്സ് ദ മാറ്റർ? തുറന്നു പറയൂ. കുടുംബത്തിലെ വിഷയമാണ്. ഇത്രയും കാലം അരിഷ്ടതകളൊന്നും കൂടാതെ തറവാട്ടിൽ സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ കുറച്ച് നാളായി ഓരോരോ ദുരിതങ്ങൾ. കുടുംബാംഗങ്ങളിൽ പലരും രോഗം ബാധിച്ച് കിടപ്പിലായി. കന്നുകാലികൾക്കും മറ്റു മൃഗങ്ങൾക്കും വരെ അസുഖങ്ങളും മരണങ്ങളും. കൃഷിയിലും കാര്യമായ നഷ്ടങ്ങൾ തന്നെ. സാമ്പത്തികമായ പരാധീനത താങ്ങാവുന്നതിലപ്പുറമായി. ഇങ്ങനെ പോയാൽ ദാരിദ്ര്യവും പട്ടിണിയും കുടുംബത്തിലേക്ക് പടിയേറി വരാൻ ഏറെ താമസമുണ്ടാവില്ല. നിങ്ങൾ തികഞ്ഞ ദൈവവിശ്വാസിയല്ലേ? അതെ. ദേവീകോപമാണെന്ന ജോത്സ്യം പ്രശ്നം വെച്ച് പറഞ്ഞത്. ദേവീപ്രീതിക്കായി അജബലി, കുക്കുടബലി, പൊങ്കാല, വെട്ടിമുറിപ്പ് മുതലായ കർമ്മങ്ങൾ ഒത്തിരി നടത്തി. കയ്യിലുണ്ടായിരുന്ന പണവും നഷ്ടപ്പെട്ടു എന്നല്ലാതെ യാതൊരു മാറ്റവുമില്ല. അന്ധവിശ്വാസമാണെന്ന് അറിഞ്ഞിട്ടുകൂടി എല്ലാറ്റിനും കൂടെ നിന്നു. ഇപ്പോൾ ഇതാ നഷ്ടങ്ങളുടെ നടുവിൽ ഞാൻ. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ഈ ദുഃഖം വെറുതെയാണ്. നശ്വരമായ ലൗകിക സുഖങ്ങൾക്കായി എന്തിനിങ്ങനെ വ്യാകുലപ്പെടുന്നു? ഈ ലോകം മുഴുവൻ സമ്പാദിച്ചിട്ട് നിങ്ങളുടെ ആത്മാവ് നശിക്കുന്നുവെങ്കിൽ ആ സമ്പാദ്യം കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? സുഖവും ദുഃഖവും വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. ഒരു ഭിക്ഷക്കാരന് 4 കാശ് കിട്ടിയാൽ സന്തോഷമായിരിക്കും. പക്ഷെ അതൊരു മഹാരാജാവിന് ലഭിച്ചാൽ അവൻ അതൊന്നുമല്ല. ഒരു മഹാരാജ്യം കീഴ്പ്പെടുത്തിയാലേ അദ്ദേഹത്തിന് സന്തോഷമുണ്ടാവൂ. മറ്റൊന്ന്, സുഖത്തിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥ ദുഃഖമാകുകയാണ് പതിവ്. ഒരു സന്യാസി ധനമെന്ന് കേൾക്കുമ്പോഴും ഒരു ഗൃഹനാഥൻ ദാരിദ്ര്യമെന്ന് കേൾക്കുമ്പോഴും ഭയപ്പെടുന്നു. യഥാർത്ഥമായ സുഖം ആത്മാവാണ് അനുഭവിക്കേണ്ടത്. അങ്ങ് പറഞ്ഞു വരുന്നത് നാം പ്രയത്നിക്കേണ്ടത് ആത്മാവിന്റെ വിശുദ്ധിക്ക് വേണ്ടി മാത്രമാണെന്നാണോ? സമ്പത്തിനു വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നത് വ്യർത്ഥമാണെന്നാണോ? അതെ, സത്തും ചിത്തും ആനന്ദവും ചേർന്ന സച്ചിദാനന്ദ സ്വരൂപമാണ് ദൈവം. ആ ദൈവപ്രീതിക്കായി നാം പ്രയത്നിക്കുമ്പോൾ നമ്മൾ നന്മയുള്ളവരായി, വിശുദ്ധിയുള്ളവരായി തീരുന്നു. ആരെയും സ്നേഹിക്കാനും ആരാലും സ്നേഹിക്കപ്പെടാനും നമുക്കാവും. പക്ഷേ ഞാനൊരു സാധാരണ മനുഷ്യൻ. കുടുംബ ബന്ധങ്ങളും ബന്ധനങ്ങളും ബാധ്യതയും പേറുന്ന ഒരു സാധാരണ മനുഷ്യൻ. താങ്കൾ പറയുന്നത് പോലെ നഷ്ടബോധമില്ലാതെ ആത്മശുദ്ധിക്കായി പ്രവർത്തിക്കാൻ എനിക്കാവുമോ? ആവും, തീർച്ചയായും. ശ്രമിച്ചാൽ നിങ്ങൾക്കതാകാൻ കഴിയും. ഞങ്ങളുടെ ബൈബിളിൽ ഒരു കഥയുണ്ട്, യോബിന്റെ കഥ. ഗോത്രപിതാക്കന്മാരുടെ കാലത്ത് ഇസഹാക്കിന്റെ പുത്രനായ ഏസാവിന്റെ വംശത്തിൽ യോബ് എന്നു പേരായ ഒരു പരമഭക്തനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. ധാരാളം സമ്പത്ത്, 7000 ആടുകൾ, 3000 ഒട്ടകങ്ങൾ, 500 കഴുതകൾ, പിന്നെ അനവധി ദാസന്മാർ. എന്നാൽ ധനത്തേക്കാൾ ഈശ്വരഭക്തി ജോബിനെ കീർത്തിമാനാക്കി. അതിൽ അസൂയ പൂണ്ട പിശാച് ജോബിൻ്റേത് കപടഭക്തിയാണെന്നും അവനൊരാപത്ത് വന്നാൽ അവൻ താങ്കളെ തള്ളിപ്പറയുമെന്നും ദൈവത്തോട് പറയുന്നു. ഒടുവിൽ ജോബിനെ പരീക്ഷിക്കാൻ ദൈവം പിശാചിന് അനുവാദം കൊടുത്തു. പിശാച് പരീക്ഷണം ആരംഭിച്ചു. ഒരു ദിവസം ജോബ് തന്റെ കുടുംബത്തോടൊപ്പം സഹോദര ഭവനത്തിൽ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ ഓടി വന്നു പറഞ്ഞു, ഷേബാക്കർ അങ്ങയുടെ കാളകളെയും കഴുതകളെയും പിടിച്ചുകൊണ്ടുപോയി.
വേലക്കാരെ വെട്ടിക്കൊന്നു. ആ ഞെട്ടൽ മാറും മുമ്പ് മറ്റൊരു ദൂതൻ വന്നു പറഞ്ഞു, ആകാശത്തിൽ നിന്ന് അഗ്നി വീണ് അങ്ങയുടെ ആടുകളെയും ആട്ടിടയന്മാരെയും നശിപ്പിച്ചിരിക്കുന്നുവെന്ന്. തീർന്നില്ല, അപ്പോഴേക്കുമെത്തി അടുത്ത ദുരന്ത വാർത്ത. കൽദായക്കാർ ജോബിന്റെ ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി വേലക്കാരെ വെട്ടിക്കൊന്നുവെന്ന്. അപ്പോഴേക്കും നാലാമതൊരുവൻ എത്തി പറഞ്ഞു, ജോബിന്റെ മക്കൾ വിരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കെട്ടിടം കൊടുങ്കാറ്റുകൊണ്ട് നിലം പതിച്ച് അതിലുണ്ടായിരുന്നവരെല്ലാം മരിച്ചുപോയത്രേ. ഇത്രയും ദുരന്തങ്ങൾ എങ്ങനെ നേരിട്ടു ആ ദൈവഭക്തൻ? അദ്ദേഹം തന്റെ വസ്ത്രങ്ങളെ കീറിക്കളഞ്ഞ് നിലത്ത് വീണ് ദൈവത്തെ ആരാധിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നും നഗ്നനായി വന്നു, അതിനാൽ എൻ്റെ അന്ത്യത്തിലും ഞാൻ നഗ്നനായിരിക്കണം. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഉറച്ച വിശ്വാസത്തിന്റെ മുന്നിൽ പിശാച് തോറ്റു. ദൈവം ജോബിനെ ധാരാളമായി പ്രസാദിച്ചു. തീർന്നില്ല, പിശാച് വീണ്ടും ജോബിനെ ശാരീരികമായി പീഡനമേൽപ്പിച്ചു. അവനെ രോഗിയാക്കി. രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലും ജോബ് ദൈവത്തെ സ്തുതിച്ചു. ഒടുവിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് അവനെ കൂടുതൽ പ്രസാദിച്ചു. ഇവിടെ സൃഷ്ടാവായ ദൈവത്തിന്റെ മഹത്വം നാം മനസ്സിലാക്കണം. ദൈവതത്വം എന്താണെന്നും മനുഷ്യജന്മത്തിന്റെ കർമ്മം എന്താണെന്നും മനുഷ്യൻ ലോകത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്താണെന്നും നാം അറിയണം. ഇതെല്ലാം കേൾക്കുമ്പോ മനസ്സിൽ എന്തോ ഒരു വല്ലാത്ത ആശ്വാസം. സുഹൃത്തെ, താങ്കൾ പറഞ്ഞത് എത്ര ശരിയാണ്. എന്തിനാണ് മനുഷ്യൻ ധനത്തിന്റെ പിറകെ പായുന്നത്? മരിക്കുമ്പോൾ നാം ഒന്നും കൂടെ കൊണ്ടുപോകുന്നില്ല. ആ മരണം പോലും ദൈവത്തിന്റെ നിശ്ചയത്തിലാണ്. ഞാൻ ആ സത്യദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് തടവുകാരനായി പിടിക്കപ്പെട്ട എന്നെ നിങ്ങളുടെ നാട്ടിലെ സർവ്വസൈന്യാധിപനാക്കിയത്. ആ ദൈവത്തെ ഞാൻ എന്നും സ്മരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങെന്താണ് കുറെ നേരമായി വല്ലാത്ത ചിന്തയിലാണല്ലോ? അതെ, ഞാൻ വല്ലാത്ത ചിന്തയിലായിരുന്നു. നമ്മുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചാണെങ്കിൽ അങ്ങ് സമാധാനപ്പെടൂ. ഭദ്രകാളി പൂജയും ബലികളും നടത്തിയില്ലേ? ദേവി പ്രസാദിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഇല്ല, ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണ്. സത്യദൈവം ഒരു മൃഗബലിയും ആവശ്യപ്പെടുന്നില്ല. ഹൃദയശുദ്ധിയോടെയുള്ള പ്രാർത്ഥന മാത്രമാണ് സത്യദൈവത്തിന് ഇഷ്ടം. അതുവഴി ആരാധകന്റെ മേൽ അവൻ പ്രസാദിക്കുന്നു. അവൻ ആത്മാവിന് ശാന്തിയും ജീവിതത്തിൽ സമാധാനവും പ്രദാനം ചെയ്യുന്നു. ആ നന്മയും സ്നേഹവും സമൂഹത്തിന് സന്തോഷവും ഐശ്വര്യവും സമ്മാനിക്കുന്നു. ആ സത്യദൈവത്തെ ഇനി മുതൽ ഞാനും ആരാധിക്കാൻ തീരുമാനിച്ചു. അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? സത്യദൈവമോ? അതേ, ക്രിസ്തുദേവനെ. തന്നെ പോലെ തന്നെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞ, മനുഷ്യ നന്മയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും മാത്രം ബോധനങ്ങൾ നൽകിയ ആ ദൈവപുത്രനെ ഞാൻ മനസ്സാ സ്വീകരിച്ചു കഴിഞ്ഞു. അങ്ങേക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഹിന്ദു മതാചാരത്തിന്റെ വലിയൊരു വേലിക്കെട്ടിലാണ് നാം വളർന്നതും ഇതുവരെ ജീവിച്ചതും ജീവിക്കുന്നതും. പെട്ടെന്നൊരു മതം മാറ്റം അതാർക്കും അംഗീകരിക്കാനാവില്ല. ആരും അതിന് സമ്മതിക്കില്ല. എനിക്കാരുടെയും സമ്മതം ആവശ്യമില്ല. എന്റെ തീരുമാനം ഉറച്ചതാണ്. എന്റെ സഹധർമ്മിണിയായ നിനക്ക് പോലും സത്യദൈവത്തിന്റെ പാതയിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാനാവില്ല. വേണമെങ്കിൽ യേശുദേവന്റെ മഹത്വം മനസ്സിലാക്കി ഇനിയുള്ള ജീവിത വീതിയിൽ നിനക്കെന്റെ സഹചാരിയാകാം. അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിനക്കെന്നെ ഉപേക്ഷിക്കാം. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ക്യാപ്റ്റൻ, സത്യദൈവത്തിന്റെ പാത സ്വീകരിക്കാൻ ഞാൻ മനസ്സാ തീരുമാനിച്ചു. എന്റെ ചിന്താഗതികളെ മാറ്റിമറിച്ച, ഇരുളടഞ്ഞ എന്റെ ജീവിത വഴിയിൽ വിജ്ഞാനത്തിന്റെ മാർഗദീപം തെളിയിച്ച ക്രിസ്തുദേവന്റെ വചനങ്ങളെ പാലിക്കാനും
ആ സ്നേഹഗായകന്റെ പിൻഗാമിയാകാനും ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ഞാൻ എന്താണ് ക്യാപ്റ്റൻ ചെയ്യേണ്ടത്? സുഹൃത്തെ, നിങ്ങൾക്ക് അതത്ര എളുപ്പമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഹൈന്ദവാചാരത്തിന്റെ ചട്ടക്കൂട് പൊളിച്ചു പുറത്തു വരിക നിസ്സാര കാര്യമല്ല. വിഗ്രഹാരാധനയും അന്ധവിശ്വാസവും മുറുകെ പിടിച്ചിരിക്കുന്ന ഹിന്ദുമത മേധാവികൾ നിങ്ങൾക്കെതിരെ തിരിയും. മാത്രമല്ല, സവർണരുടെ മതപരിവർത്തനം തിരുവിതാംകൂറിലെ നിലവിലുള്ള നിയമത്തിന് വിരുദ്ധവുമാണ്. ഒരു കൊട്ടാര ഉദ്യോഗസ്ഥനായ താങ്കൾ ഒരു രാജ്യദ്രോഹ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നത്... അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ആകുലപ്പെടുന്നില്ല ക്യാപ്റ്റൻ. സത്യദൈവത്തിന്റെ പാതയിലുള്ള പീഡനങ്ങളെല്ലാം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. ഓക്കെ, എനിക്ക് ബോധ്യമായി നിങ്ങളുടെ മനസ്സ്. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യർക്ക് സംഖ്യയില്ല. എന്നാൽ വിളിക്കപ്പെട്ടവർ അനേകവും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കവുമാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് താങ്കളെന്ന് ഞാൻ കരുതുന്നു. ആദ്യം നിങ്ങൾ ജ്ഞാനസ്നാനപ്പെടണം. അതിനായി വടക്കൻകുളം ഇടവക ഭരിക്കുന്ന ബഹുമാനപ്പെട്ട വികാരി ഫാദർ ബുട്ടാരിക്ക് ഞാനൊരു കത്ത് തരാം. ക്യാപ്റ്റൻ ഡിലനായിയുടെ കത്തുമായി നീലകണ്ഠപിള്ള ഫാദർ ബുട്ടാരിയുടെ മുന്നിലെത്തി. പിള്ളയുടെ ജീവിത സാഹചര്യവും ഹിന്ദുമതത്തിന്റെ ശക്തമായ നിലപാടുകളും ഉദ്യോഗ വലിപ്പവും മനസ്സിലാക്കിയപ്പോൾ ഫാദറിന് നീലകണ്ഠനെ സ്നാനപ്പെടുത്തുന്നതിൽ അല്പം മടി തോന്നി. സംഭവിക്കാവുന്ന കഷ്ടതകളെക്കുറിച്ച് അദ്ദേഹം പിള്ളയെ താക്കീത് ചെയ്തു. പക്ഷേ ആരുടെയും പ്രേരണയാലല്ല, സ്വന്തം ഇഷ്ടപ്രകാരമാണ് ജ്ഞാനസ്നാനത്തിനെത്തിയതെന്നും സത്യവിശ്വാസത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി തന്റെ സർവ്വസ്വത്തുക്കളെയും ബന്ധുമിത്രാദികളെയും തന്റെ ശരീരത്തെ തന്നെയും ഉപേക്ഷിക്കുന്നതിന് തയ്യാറാണെന്ന് പിള്ള ഉറപ്പിച്ചു പറഞ്ഞതോടെ ഫാദർ പിള്ളയുടെ ജ്ഞാനസ്നാനത്തിന് തയ്യാറായി. അങ്ങനെ 1746 മെയ് 17 നീലകണ്ഠപിള്ള ലാസറസ് അഥവാ ദേവസഹായം പിള്ള എന്ന പുതിയ പേരിൽ ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടു. വാർത്ത കാട്ടുതീ പോലെ പരന്നു. ദേവസഹായം പിള്ള യാതൊരു കൂസലുമില്ലാതെ എല്ലാ ചോദ്യങ്ങളെയും സധൈര്യം നേരിട്ടു. താമസിയാതെ സ്വന്തം ഭാര്യ ഭാർഗവി പിള്ളയെയും ജ്ഞാനസ്നാനത്തിനായി സമ്മതിപ്പിച്ചു. ഭർത്താവിന്റെ സത്യവിശ്വാസം ഭാർഗവിക്കും ബോധ്യമായി. പക്ഷേ സ്വന്തം വീട്ടുകാർക്കെന്ന പോലെ ഭാർഗവിയുടെ വീട്ടുകാർക്കും ഇതൊട്ടും തന്നെ ഉൾക്കൊള്ളാനായില്ല. അവരുടെ അമ്മ കലിതുള്ളി ഭാർഗവിയുടെ അടുക്കിലെത്തി. ഭാർഗവി, എന്താണ് ഈ കേൾക്കുന്നത്? അമ്മ എന്ത് കേട്ടുവെന്നാ? നിന്റെ ഭർത്താവ് മതം മാറി ക്രിസ്ത്യാനിയായോ? ആയി. അതിനെന്താ? അതിന് എന്താണെന്നോ? കണ്ട പരദേശികളുടെ പിന്നാലെ വേദപുസ്തകം പിടിച്ചുകൊണ്ട് നടക്കാൻ അവന് നാണമില്ലേ? മോളെ, അവര് നിന്റെ ഭർത്താവിന് എന്തോ കൈവശം കൊടുത്ത് മനസ്സ് മാറ്റിയതാ. ആരും ഒരു വിഷവും കൊടുത്ത് മയക്കിയതല്ല അദ്ദേഹത്തിന്റെ മനസ്സ്. ആ മനംമാറ്റത്തിന്, മതം മാറ്റത്തിന് ഒത്തിരി ദിവസങ്ങളുടെ, ഒത്തിരി ചിന്തകളുടെ പിൻബലമുണ്ട്. നീ അവനോടൊപ്പം ചേർന്ന് സംസാരിച്ചാലുണ്ടല്ലോ, ഇതിന്റെയൊക്കെ വരുമരായെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നീയെ? ബ്രാഹ്മണ കോപം, അതിനേക്കാൾ ഉപരി രാജകോപം. കൊട്ടാര ഉദ്യോഗസ്ഥനായാലും വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റമാണ് മതം മാറ്റം. അറിയോ നിനക്ക്? അവൾക്ക് മാത്രമല്ല, എനിക്കും നല്ല ബോധ്യമുണ്ട് ഈ മതമാറ്റത്തിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച്. എന്നിട്ടും നിങ്ങൾ... അതെ മക്കളെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അമ്മ പറയുന്നത്. ഈ പൊല്ലാപ്പൊക്കെ ഒഴിവാക്കി ഒരു ഭദ്രകാളി പൂജ കഴിച്ച് ഒരു അജബലിയും നടത്തി ഭഗവതിയോട് പ്രാർത്ഥിച്ച ഭഗവതി ഈ അപരാധം പൊറുക്കും. ഈ കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അരിഷ്ടതകളൊക്കെ മാറും. ഈ കുടുംബത്തിൽ അരിഷ്ടതകൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ പരിഹാര മാർഗം കണ്ടെത്തിയത്. ഇപ്പോൾ ഗാർഹിക പ്രശ്നങ്ങളോ ലൗകിക സുഖങ്ങളോ എന്റെ വിഷയമല്ല. സത്യമാർഗത്തിലൂടെ വിശുദ്ധിയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ. ഞങ്ങളെന്ന് പറഞ്ഞാൽ? എന്റെ ഭാര്യയും എന്നെ പിന്തുടർന്ന് ഫാദർ പൂട്ടാരിയുടെ കാർമ്മികത്വത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ജ്ഞാനപ്പൂ എന്നർത്ഥമുള്ള ത്രേസ്യയായി. എന്റെ ദൈവങ്ങളെ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? സത്യമാണമ്മേ, ഇപ്പോൾ ഞാൻ ത്രേസ്യയാണ്. ക്രിസ്തുവിന്റെ എളിയ ദാസി ത്രേസ്യ. ആ സ്നേഹസ്വരൂപന്റെ സത്യവചനങ്ങൾ പ്രചരിപ്പിക്കാൻ ഇനി ഞാനും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. അനുഭവിക്കും, നിങ്ങൾ അനുഭവിക്കും. ഭദ്രകാളി കോപിക്കും. നിങ്ങൾക്ക് നരകയാതന അനുഭവിക്കേണ്ടി വരും. സത്യദൈവത്തിന്റെ പേരിൽ മരിക്കാനും ഞങ്ങൾ തയ്യാർ.
മരുതക്കുളങ്ങര കുടുംബത്തിലെ ദുരിതങ്ങൾക്കെല്ലാം കാരണം ഭദ്രകാളി കോപമെന്ന് വിധിയെഴുതി ബ്രാഹ്മണർ ഭദ്രകാളി കോവിലിൽ ബിംബപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചു. പക്ഷേ മതനിന്ന് നടത്തിയ ദേവസഹായം പിള്ളയെ മാത്രം ചടങ്ങിന് ക്ഷണിച്ചില്ല. മഹോത്സവ വിശേഷമറിഞ്ഞെത്തിയ പിള്ള ബ്രാഹ്മണരുമായി സംവാദത്തിൽ ഏർപ്പെടുകയും ഹിന്ദുമതത്തിലെ പരമ്പരാഗത അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും കുറിച്ച് അവിടെ കൂടിയവരോട് പ്രസംഗിക്കുകയും ചെയ്തു. അത് സത്യദൈവത്തിന്റെ അവദാനങ്ങൾ വാഴ്ത്തിച്ചൊല്ലിയ മഹാവേദിയായി. പിള്ള കുടുംബത്തിൽ നിന്നും തിരിച്ചിറങ്ങി കുറെ കഴിഞ്ഞപ്പോൾ മരുതക്കുളങ്ങര കാർണവർ ഹൃദയാഘാതം മൂലം കുഴഞ്ഞു വീണു മരിച്ചു. അങ്ങനെ പ്രതിഷ്ഠ നടത്തേണ്ട പൂജാമണ്ഡപത്തിൽ കാരണവരുടെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടി വന്നു. ദിവസങ്ങൾക്കകം മാർത്താണ്ഡവർമ്മയുടെ പ്രധാനമന്ത്രി രാമയ്യൻ ദളവയുടെ മുന്നിൽ ദേവസഹായം പിള്ളയുടെ മതപരിവർത്തനത്തെക്കുറിച്ചുള്ള പരാതിയെത്തി. ആ കോപാഗ്നിയിൽ ജ്വലിച്ചെന്ന ദളവയുടെ മുന്നിലേക്ക് ഒരു ദിവസം ദേവസഹായം പിള്ളയെത്തി. ബഹുമാന്യനായ മന്ത്രി പൊങ്കവന് വന്ദനം. ഞാൻ ദേവസഹായം പിള്ള. ഞാൻ കേൾവിപ്പെട്ടിരിക്കുന്നു. വന്ന കാര്യം ചൊല്ലുക. ബഹുമാനപ്പെട്ട ഫാദർ ബുട്ടാരി വടക്കുംകുളത്തൊരു പുതിയ പള്ളി പണിയാൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടുന്ന അനുവാദം അവിടുന്ന് തന്നാൽ കരുണാമയനായ ദൈവം അങ്ങയോട് കൃപയുള്ളവനായിരിക്കും. നിന്റെ പുതിയ ദൈവത്തിന്റെ കൃപ എനിക്ക് വേണ്ട. അവിടുന്ന് ശബ്ദിച്ചു പോകരുത് നീലകണ്ഠ. നീ ബ്രാഹ്മണരെയും ദേവന്മാരെയും നിന്ദിച്ചുവല്ലേ ദ്രോഹി. പൊന്നുതമ്പ്രാന്റെ അന്നം തിന്ന് ആ കൈക്ക് തന്നെ കടിച്ചു. ദേവസ്വന്മാരായ ബ്രാഹ്മണരോട് നീ അനാദരവ് കാട്ടി ആക്ഷേപിച്ചു. നിന്നെ അധപ്പതിപ്പിച്ചത് ആരാണെന്ന് നമുക്കറിയാം. അവർക്ക് വേണ്ടി ശുപാർശയുമായി എന്റെ മുന്നിൽ വരാൻ നിനക്കെങ്ങനെ ധൈര്യമുണ്ടായി? നമ്മുടെ ദേവന്മാരെ ആക്ഷേപിച്ച് നിന്റെ നാവടക്കി നിർത്തി നിന്നെയൊക്കെ നാം കഴുമരത്തിൽ കേട്ടുന്നുണ്ട്. എങ്കിൽ എന്തിനു മടിക്കുന്നു? സത്യവേദം പിന്തുടരുന്നവരെ കൊല്ലാനാണ് തീരുമാനമെങ്കിൽ ഇതാ ആദ്യം എന്നെ തന്നെ കൊന്നോളൂ. സത്യദൈവത്തിനു വേണ്ടി ഞാൻ അതിനും തയ്യാർ. അപ്പോഴേക്കും എല്ലാ പ്രദേശങ്ങളിലും സത്യവിശ്വാസികളുടെ സംഖ്യ പെരുകിക്കഴിഞ്ഞിരുന്നു. ഒരു വിശിഷ്ട ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. ബ്രാഹ്മണർക്ക് നിൽക്കക്കളിയില്ലാതായി. അവർ രാജസന്നിധിയിലെത്തി.
നീലാണ്ടൻ അവിടുത്തെ ഉപ്പും ചോറും നിന്ന് വളർന്നവനാ. ആ നന്ദി പോലും കാണിക്കാതെ അവനിപ്പോ ക്രിസ്ത്യാനികളോടൊപ്പം ചേർന്ന് വേദപുരാണങ്ങളിലും പൂജവിധികളിലും ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദേവന്മാരെയും ബ്രാഹ്മണരെയും ആക്ഷേപിക്കുക. ഇങ്ങനെ പോയാൽ ശ്രീ പത്മനാഭ ക്ഷേത്രം ക്രിസ്ത്യാനികൾ കൈയടക്കി അവരുടെ ആരാധനാലയാക്കും. ക്രൈസ്തവർ നാട് മുഴുവൻ വ്യാപിച്ച് രാജ്യത്തിന്റെ സമാധാനം ഇല്ലാതാക്കും. അതിനു മുമ്പ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആ ദേവസഹായം പിള്ളയെ നിലക്ക് നിർത്തുക, വേണ്ടി വന്ന ഇല്ലാതാക്കുക. അതേ തിരുമനസേ, ദേവസഹായം പിള്ളയെ ഇല്ലാതാക്കണം. അതോടെ ക്രിസ്ത്യാനികളുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാകും. അഹങ്കാരിയായ ദൈവനിഷേധിയാണ് അയാൾ. ഹൈന്ദവനെ ആക്ഷേപിച്ച് ക്രിസ്തുവചനം പാടിപ്പുകഴ്ത്തുന്ന അവന്റെ നാവ് നിശബ്ദമാക്കണം. ഇല്ലെങ്കിൽ തിരുവിതാംകൂറിന് ആപത്ത്. കുലദ്രോഹിയായ നീലകണ്ഠപിള്ളയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കയ്യാമം വെച്ച് എത്രയും പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഹാജരാക്കുക. സത്യവിശ്വാസത്തിൽ നിന്നും പിന്മാറാൻ ഒത്തിരി പ്രേരണകളും പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും ബന്ധുമിത്രാദികളുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും പിള്ള ഒന്നിനും വഴങ്ങിയില്ല. അങ്ങനെ കൈയും കാലും ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് അദ്ദേഹം ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു.
എന്തിനാണ് താങ്കൾ ഇങ്ങനെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നത്? താങ്കൾ മഹാരാജാവിന്റെ പ്രിയപ്പെട്ടവനായിരുന്നില്ലേ? അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞ് തെറ്റേറ്റു പറഞ്ഞ് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വന്നാൽ എനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുമായിരിക്കും, സമ്പത്ത് കിട്ടുമായിരിക്കും. പക്ഷെ എന്റെ ആത്മാവിന് ശാന്തി ലഭിക്കില്ല. സകലത്തിന്റെയും സൃഷ്ടികർത്താവിനെ തൊട്ടറിഞ്ഞ് എനിക്ക് അവിടത്തെ മാത്രമേ ഇനി ആരാധിക്കാനാവൂ, സേവിക്കാനാവൂ. നാഥന്റെ പാതയെ പിന്തുടരാൻ ഏതു പീഡനം സഹിക്കാനും മരിക്കാനും വരെ ഞാൻ സന്നദ്ധനാണ്. എങ്കിൽ നിന്റെ മരണത്തിന്റെ സമയം അടുത്തു കഴിഞ്ഞു നീലകണ്ഠ. അങ്ങനെ തീരുമാനിക്കേണ്ടി വന്നതിന് കാരണം നീ തന്നെയാണ്. എത്രയോ ആളുകൾ എത്രയോ തവണ നിന്നെ ഉപദേശിച്ചു. പക്ഷെ നിന്റെ പുതിയ വിശ്വാസം, അതിൽ നീ അള്ളിപ്പിടിക്കുന്നു. ഒരു പുനർചിന്തയ്ക്ക് നീ തയ്യാറാവുന്നില്ല. ഈ കാരാഗ്രഹം പോലും നീ ക്രിസ്തുവിന്റെ ആരാധനാലയമാക്കി. അതിനാൽ നാം ഇങ്ങനെ തീരുമാനിച്ചു കൽപ്പിക്കുന്നു: ക്രിസ്തുമതം സ്വീകരിച്ചവർക്കും സ്വീകരിക്കാൻ ഒരുങ്ങുന്നവർക്കും ഒരു പാഠമാകാൻ നീലകണ്ഠനെ എരിക്കിൻ പൂമാലയിട്ട് തെരുവ് നീളം നടത്തി അപമാനിച്ച് കാട്ടിൽ കൊണ്ടുചെന്ന് ശിരസ് ഛേദിച്ചു കളയുക. കർത്താവും ദൈവവുമായി എൻ്റെ ഈശോയെ, ഞാനൊരു ഹൈന്ദവനായിരുന്നിട്ട് കൂടി അവിടെ തന്നെ അങ്ങയുടെ പ്രിയപുത്രനായി സ്വീകരിച്ചു. ഇപ്പോൾ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വേദനകളും പീഡനങ്ങളും അവിടുത്തെ പീഡാനുഭവങ്ങളെയും കുരിശുമരണത്തെയും തട്ടിച്ചു നോക്കുമ്പോൾ തുലോം തുച്ഛം. എല്ലാം സഹിക്കാനുള്ള ശക്തിയും അങ്ങയുടെ നാമത്തിൽ ഒരു രക്തസാക്ഷിയായി മരിക്കാനും വേണ്ടുന്ന അനുഗ്രഹം നൽകണമേ. പക്ഷേ വധശിക്ഷ നടപ്പാക്കും മുൻപ് രാജാവിന്റെ മറ്റൊരു കൽപ്പന എത്തി. നീലകണ്ഠനെ ഇപ്പോൾ ശിരച്ഛേദം ചെയ്ത് കൊല്ലണ്ട, വീണ്ടും തടവിൽ പാർപ്പിക്കുക. ശേഷം എരുമപ്പുറത്ത് കയറ്റി അപമാനിതനാക്കി എല്ലാ ഗ്രാമങ്ങളിലും അങ്ങാടി തെരുവുകളിലും കൊണ്ടുപോവുക. ക്രിസ്തുമതം ഉപേക്ഷിക്കാൻ ബ്രാഹ്മണരെ കൊണ്ട് ഉപദേശിക്കുക. എന്നിട്ടും അനുസരിച്ചില്ലെങ്കിൽ 30 അടി വീതം അടിക്കുകയും മുറിവുകളിലും നവദ്വാരങ്ങളിലും മുളകുപൊടി പുരട്ടി വെയിലത്തിരുത്തുകയും ചെയ്യുക. ദാഹശമനത്തിനായി മലിനജലം മാത്രം നൽകുക. ശിക്ഷാവിധികൾ പൂർണ്ണമായി നടപ്പാക്കി. ഈ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റിട്ടും അദ്ദേഹം ചെറുതായി പോലും ഒന്ന് നിലവിളിച്ചില്ല. ആ കണ്ഠത്തിൽ നിന്നും പുറപ്പെട്ട ഏകനാമം ഈശോ എന്ന് മാത്രമായിരുന്നു. തിരുക്കുടുംബം അദ്ദേഹത്തിന് പ്രത്യക്ഷമായി പലതവണ. ക്രൂരമർദ്ദനങ്ങളും പീഡനങ്ങളുമായി ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ആ ഇടയ്ക്കൊരു സംഭവം. അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരുന്ന ഒരു ആരാച്ചാർക്ക് സന്താനഭാഗ്യം ഇല്ലായിരുന്നു. ദേവസഹായം പിള്ള മധ്യസ്ഥനായി നിന്ന് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നാളുകൾക്കകം അയാൾക്ക് സന്താനഭാഗ്യമുണ്ടായി. പിള്ളയുടെ രോഗസൗഖ്യ ശുശ്രൂഷയുടെയും പ്രാർത്ഥനാഫലങ്ങളുടെയും വാർത്തകൾ നാടുനീളെ പരന്നു. ആളുകൾ ദേവസഹായം പിള്ളയുടെ സന്ദർശന സമയത്തിനായി കൂട്ടം കൂട്ടമായി വന്നു തുടങ്ങി. ക്രിസ്തുമതത്തിലേക്ക് വിശ്വാസികളുടെ പ്രവാഹം ആരംഭിച്ചു. വീണ്ടും 3 വർഷത്തെ കഠിന തടവ്. ഒരു ദിവസം ക്യാപ്റ്റൻ ഡിലനായി അദ്ദേഹത്തെ സന്ദർശിച്ചു. അങ്ങയെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. പക്ഷേ താങ്കളുടെ ഈ അവസ്ഥയിൽ ഞാൻ ദുഃഖിക്കുന്നു. സുഹൃത്തെ, വരാനിരിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നിട്ടും താങ്കൾ സത്യദൈവത്തിന്റെ വഴി തെരഞ്ഞെടുത്തു. അതേക്കുറിച്ച് ഓർത്ത് ഇന്നേ വരെ ഒരു നിമിഷം പോലും ഞാൻ ദുഃഖിച്ചിട്ടില്ല. സുഹൃത്തെ, ക്രിസ്തുവിനെ പ്രതിയുള്ള ഈ പീഡനങ്ങൾ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. എനിക്കെന്റെ പിതാവിങ്കൽ അണയാൻ സമയമായി. ആ പുണ്യ നിമിഷത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എല്ലാറ്റിനും വഴിയൊരുക്കി തന്ന അങ്ങയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു.
സുഹൃത്തെ, താങ്കളോട് എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഒരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ താങ്കൾ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ശ്രേഷ്ഠൻ. ഈ ദൈവദാസന്റെ മുന്നിൽ ഞാൻ എത്രയോ നിസ്സാരൻ. പ്രിയ സുഹൃത്തെ, എന്റെ പ്രാർത്ഥനകളിൽ എന്നും താങ്കളുണ്ടാവും. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, വരട്ടെ. ദൈവത്തിൻ വീട്ടിലേക്കെന്റെ യാത്ര, മാലാഖമാരുത്തു സ്വർഗയാത്ര, ദൈവത്തെ കാണുവാൻ മോക്ഷയാത്ര, പ്രിയരെ പിരിഞ്ഞെന്റെ അന്ത്യയാത്ര. ഇങ്ങനെ പോയാൽ രാജ്യം ക്രിസ്ത്യാനികളെ കൊണ്ട് നിറയും. ദേവസഹായം പിള്ളയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഒത്തിരി ഹൈന്ദവർ ക്രിസ്തുമതത്തിലേക്ക് മാറിക്കഴിഞ്ഞു. മുൻപൊരിക്കൽ പുലിയൂർ കുരിശിക്കാട്ടിൽ ഒരു പാറയിൽ അയാൾ കൈമുട്ടുമടക്കി ഇടിച്ചപ്പോൾ പാറ പിളർന്ന് വെള്ളം വന്നു. അന്നു മുതൽ അദ്ദേഹത്തിന് ദൈവാംശം കൽപ്പിച്ചു വരുന്നു. ക്രിസ്തുവിന്റെ പേരിൽ ഇയാൾ അത്ഭുതങ്ങൾ കാണിച്ച ആളുകളെ ആകർഷിക്കുന്നു. ഇത് തടഞ്ഞില്ലെങ്കിൽ രാജ്യത്തിന് ആപത്ത്. അവനേറ്റ പീഡനങ്ങളൊന്നും അവന്റെ അനുയായികൾ ഭയത്തിന് ഒരു അംശം പോലും ഉണ്ടാക്കിയില്ല. ഇനി വേണ്ടത് കടുത്ത ശിക്ഷ തന്നെയാണ്. അതെ, അവനില്ലാതായാലേ ഈ ക്രിസ്ത്യാനികൾ ഒരു പാഠം പഠിക്കൂ. മതം മാറ്റത്തിനുള്ള ശിക്ഷ എന്താണെന്ന് അവരറിയണം. ദളവ, വളരെ രഹസ്യമായി പിള്ളയെ കാറ്റാടിമലയിൽ കൊണ്ടുപോയി വെടിവെച്ചു കൊല്ലുക. ഇത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ കൽപ്പന. അല്പം വിശ്രമിച്ചിട്ട് പോകുക. അല്ലേ, നിങ്ങൾക്ക് ക്ഷീണം കാണും. ഇത്രയും നടന്നതല്ലേ. ഞങ്ങൾക്കങ്ങനെ ക്ഷീണമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് കാറ്റാടിമലയിൽ എത്തണം. അയ്യോ, ഞാൻ അങ്ങേയൊന്ന് കാണാൻ വന്നതാണ്. അവസാനമായി അല്ലേ? ആരാചാരായിരിക്കും രഹസ്യമായി നടപ്പാക്കാൻ രാജാവ് കൽപ്പിച്ച എന്റെ വധശിക്ഷയെക്കുറിച്ച് നിന്നോട് പറഞ്ഞത്. അതെ, രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു തന്നിട്ടും നിങ്ങൾ കൂട്ടാക്കിയില്ല എന്നും പറഞ്ഞു. എന്തിന് രക്ഷപ്പെടണം? എന്റെ പ്രാർത്ഥനയിലൂടെ സന്താന ഭാഗ്യമുണ്ടായതിന്റെ നന്ദി ആരാച്ചാർ എന്നോട് കാണിച്ചു. അത്രയുള്ളൂ. എന്നാലും കരയരുത്. ദൈവം തന്ന ജീവിതം അദ്ദേഹം തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പിന്നെ ദൈവത്തിന് ഇഷ്ടമുള്ളവരെ അവൻ നേരത്തെ വിളിക്കുന്നു. എന്നെ ദൈവം അധികമായി ഇഷ്ടപ്പെട്ടു കാണും. അതാ കരയരുത്. പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടിയല്ല, ഈ ലോകത്തിന് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടി. കർത്താവ് നിനക്ക് സമാധാനം നൽകട്ടെ.
പോകാൻ സമയമായി. എല്ലാം പൂർത്തിയാക്കി ഞാൻ മടങ്ങും. തന്റെ നിലവിളി വൃത്തിൽ വന്നലയ്ക്കുന്നു. കാൽവരി തന്നിലെ സ്നേഹാഗ്നി ജ്വാലയിൽ ആത്മാവ് ജ്വലിക്കുന്നുവോ. കർത്താവേ, കർത്താവേ, കാൽവരി മലയിലെ വന്ത്യാഗമേ, വൈരിഗണങ്ങളാൽ പലയിതനായി നീ വരുന്നതൻ ആത്മാവിലേക്കോ. വരുന്നതൻ ആത്മാവിലേക്കോ. തന്ന ജീവിതം നിനക്കേകുവാനേ കനൽ വഴിത്താര ഞാൻ പുൽകിടുന്നു. ചുടുചോര വീണു കുതിർന്നൊരീ ദേഹമാം അപ്പം സ്വീകരിക്കൂ. കണ്ണീർ നിറഞ്ഞൊരു ജീവിതകാശയം കൈക്കൊള്ളുമോ നിന്റെ ഉള്ളിൽ. ഓരോ അടിപ്പാടും ഓരോ സുഹൃതമായി ആത്മീയ വീതിയിൽ സായോജ്യമാ. ഒരു ദേവസായം കർത്താവേ, കർത്താവേ, ദേവസഹായം പിള്ളേ, എൻ്റെ പ്രിയപ്പെട്ട മകനെ, നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ കൊതി തോന്നുന്നില്ലേ? എങ്കിൽ ഇതാണ് ആ ദിവസം. നീ ജ്ഞാനസ്നാനം കൈക്കൊണ്ട് 7 വർഷവും സത്യവിശ്വാസത്തെ പ്രതി കാരാഗൃഹവാസം അനുഭവിച്ചു തുടങ്ങിയിട്ട് 3 വർഷവും 40 ദിവസവും നീ ഭൂമിയിൽ ജനിച്ചിട്ട് 40 വയസ്സും തികയുന്ന വിശിഷ്ട ദിനം. ഈ കൊച്ചു ഭൂമിക്ക് മീതെ പ്രകാശിച്ച അസാമാന്യ പ്രഭയുള്ള ദീപമാണ് നീ. വരിക, നിത്യതയിൽ എന്നോടൊപ്പം പ്രകാശിക്കാൻ വരിക.
Sweet Jesus, you came down to earth for me. Thy name, oh Jesus, is by me night and day. Thy name is love and ever saving light my way.